എല്ലാവർക്കും ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലേറ്റവും അവസാനത്തെ വീഡിയോ ആണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അത് കുറച്ചും കൂടി ഈസിയായ വഴിയിൽ നമുക്കൊരു ടേബിളൊക്കെ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാം സെറ്റാവും. കാരണം വെച്ചാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് ഓക്കെ ആവും. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാലൻസ് ഷീറ്റും റവന്യൂ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ്. ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ബിഗിനിങ്ങിലെ ആണെങ്കിൽ, ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ട്രയൽ ബാലൻസിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലെയിംസ് അതായത് റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസ് പെയ്ഡിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കണം, ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ട്രയൽ ബാലൻസിലാണ് നമുക്ക് തന്നേക്കണേ. ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസ് പെയ്ഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അടുത്തത് ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിലോ, അതായത് ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ ശ്രദ്ധിക്കണം, ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് തന്നിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്ന് വിചാരിക്കാം. അത് തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം തന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നാൽ എന്തായാലും രണ്ട് സ്ഥലത്ത് എടുക്കണം. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലെയിംസ് പെയ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 13 കാണിക്കണം. ഷെഡ്യൂൾ നമ്പർ 13 കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസ് പെയ്ഡിൽ നിന്ന് കുറച്ച് കാണിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം തന്നിട്ടുള്ളെങ്കിൽ രണ്ട് സ്ഥലത്ത് കാണിക്കുക. റവന്യൂ അക്കൗണ്ടിൽ ആഡ് ആണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കറണ്ട് ലയബിലിറ്റി ഷെഡ്യൂൾ നമ്പർ 13 കാണിക്കുക. ഇനി ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിലോ, അപ്പോൾ ഫസ്റ്റത്തെയും മൂന്നാമത്തെയും നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി, അതിന് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ട്രയൽ ബാലൻസിൽ തരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ വരുള്ളൂ. ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ മാത്രം കുറച്ച് കാണിക്കുക. ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 13 മാത്രം കാണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് രണ്ട് സ്ഥലത്തും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ ആഡ് ചെയ്തും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ 13 കാണിക്കണം. ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിമിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് റീ ഇൻഷുറൻസ് ക്ലെയിം ആണ്. അപ്പോൾ റീ ഇൻഷുറൻസ് ക്ലെയിംസ് ക്വസ്റ്റിനിൽ ഉണ്ടെങ്കിൽ ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ മാത്രം കാണിച്ചാൽ മതി, റവന്യൂ അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്ത് മാത്രം കാണിച്ചാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റാണ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ മൈനസ് ചെയ്തും കാണിക്കണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കണം. അപ്പോൾ റീ ഇൻഷുറൻസ് ക്ലെയിംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീ ഇൻഷുറൻസ് ക്ലെയിംസ് ക്വസ്റ്റിനിൽ ഉണ്ടെങ്കിൽ അത് ട്രയൽ ബാലൻസിലാണ് റീ ഇൻഷുറൻസ് ക്ലെയിംസ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എവിടെ കാണിക്കണം, റവന്യൂ അക്കൗണ്ടിൽ ക്ലെയിംസ് പെയ്ഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ിൽ നമ്മൾ രണ്ട് സ്ഥലത്തും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്തും കാണിക്കണം. ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ആനുവിറ്റീസ് പെയ്ഡ് ആണ്. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ആനുവിറ്റീസ് പെയ്ഡ് ആണ്. ആനുവിറ്റീസ് പെയ്ഡ് നമുക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, ട്രയൽ ബാലൻസിലാണ് ആനുവിറ്റീസ് പെയ്ഡ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെ കാണിച്ചാൽ മതി, റവന്യൂ അക്കൗണ്ടിലെ ഷെഡ്യൂൾ നമ്പർ 4, ഷെഡ്യൂൾ നമ്പർ 4 എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക കേട്ടോ. ആനുവിറ്റീസ് പെയ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ആനുവിറ്റീസ് പെയ്ഡ് ആണെങ്കിൽ ഷെഡ്യൂൾ നമ്പർ 4 എക്സ്പെൻസ് ആയിട്ട് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആനുവിറ്റീസ് ആണ്. അപ്പോൾ ആനുവിറ്റീസ് വെറുതെ തരികയാണെങ്കിൽ അത് ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള വെറുതെ തന്നെ ആനുവിറ്റീസ് പെയ്ഡ് ആണെങ്കിൽ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 4 മാത്രം എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യുക. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ആനുവിറ്റീസ് ഉണ്ടാവും. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് പഠിച്ച പോലെ തന്നെയാണ്. ഔട്ട്സ്റ്റാൻഡിങ് ആനുവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് ഡേറ്റിലെ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഓപ്പണിംഗ് ഡേറ്റിലെ ആനുവിറ്റീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്ത് കാണിക്കണം. ഇനി ക്ലോസിംഗ് ഡേറ്റിലെ ആനുവിറ്റീസ് ആണെങ്കിലോ, ക്ലോസിംഗ് ഡേറ്റിലെ ആനുവിറ്റീസ് ട്രയൽ ബാലൻസിൽ അകത്ത് തന്നിട്ടുള്ള ആനുവിറ്റീസ് ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രം ഷെഡ്യൂൾ നമ്പർ 13 കാണിക്കേണ്ടത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ആനുവിറ്റീസ് ആണെങ്കിൽ രണ്ട് സ്ഥലത്തും വരും. അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ എന്തായാലും രണ്ട് സ്ഥലത്തും വരും. റവന്യൂ അക്കൗണ്ടിലും വരും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും വരും. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ആനുവിറ്റീസ് പെയ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. അതുപോലെ ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾ നമ്പർ 13 കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം എന്താണോ പഠിച്ചത് ആ സെയിം തന്നെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആനുവിറ്റീസ് കേട്ടോ. ആ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ രണ്ടും നിങ്ങൾ എന്ത് ചെയ്ത് പഠിക്കുക,
ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ബോണസ് ആണ്. ബോണസ് ഇൻ ക്യാഷ് ആണ്. ബോണസ് ഇൻ ക്യാഷ് ആയിട്ടാണെന്ന് ക്വസ്റ്റിനിലെ ട്രയൽ ബാലൻസിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് കാണിക്കുക. ബോണസ് നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ്? അവിടുത്തെ പോളിസി ഹോൾഡേഴ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണസ് ഇൻ ക്യാഷ് ആണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ആണ്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കുക. ഇനി ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ശ്രദ്ധിക്കണം, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഐറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡിൽ മാത്രം കാണിച്ചാലും മതി ഷെഡ്യൂൾ നമ്പർ 4. അപ്പോൾ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ബോണസ് ഇൻ ക്യാഷും ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആണെങ്കിൽ, അതായത് ബോണസ് 2 രീതിയിൽ കൊടുക്കാം, ക്യാഷ് ആയിട്ടും കൊടുക്കാം, അടയ്ക്കേണ്ട പ്രീമിയത്തിൽ കുറച്ചും കൊടുക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ബോണസ് കൊടുക്കാം. 2 നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ കാണിച്ചാൽ മതി, നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ മാത്രം കാണിച്ചാൽ മതി. റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കാം. ഇനിയിപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്ന് വിചാരിക്കുക. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ 2 സ്ഥലത്തും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കണം. അതുപോലെ തന്നെ എവിടെയും കാണിക്കണം? നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 കാണിക്കണം. 2 സ്ഥലത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് റവന്യൂ അക്കൗണ്ടിൽ തന്നെയാണ് 2 സ്ഥലത്തും കാണിക്കുന്നത് കേട്ടോ. റവന്യൂ അക്കൗണ്ടിൽ തന്നെയാണ് 2 സ്ഥലത്തും കാണിക്കുന്നത്. ഒന്ന് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 1 ആഡ് ചെയ്തും എന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം പഠിക്കാൻ എളുപ്പം തന്നെയാണ്. നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിമും ഔട്ട്സ്റ്റാൻഡിംഗ് ആനുവിറ്റീസ് ഒക്കെ പഠിച്ച പോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം പഠിക്കാൻ എളുപ്പമാണ്. ഓപ്പണിംഗ് ഡേറ്റിലെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം ആണെങ്കിൽ നമ്മൾ പ്രീമിയം റിസീവ്ഡ് റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 1 ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. ക്ലോസിംഗ് ഡേറ്റിലെ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം ആണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ മാത്രമാണ്. ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കും? ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കും. അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കും. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നത് 2 സ്ഥലത്ത് കാണിക്കണം. റവന്യൂ അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്താണ് കാണിക്കുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ 12 ഷെഡ്യൂൾ നമ്പർ 12 ജസ്റ്റ് കാണിക്കും. ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇതും അത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം, ഔട്ട്സ്റ്റാൻഡിംഗ് ആനുവിറ്റീസ്, ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം, ഇത് 3 നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ 3 ട്രീറ്റ്മെൻറ്റ് ഏകദേശം സെയിം ആണ്. പക്ഷേ മറ്റേത് രണ്ടും ഷെഡ്യൂൾ നമ്പർ 13 പോവുക ബാലൻസ് ഷീറ്റിൽ. ഇവിടെയാണെങ്കിൽ അത് ഷെഡ്യൂൾ നമ്പർ 12 പോവുക പ്രീമിയം. അതുമാത്രമല്ല ഇത് ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയത്തിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. മറ്റേതാണെങ്കിലോ ആനുവിറ്റീസ് പെയ്ഡ്, അതായത് 4 നമ്മൾ കാണിക്കുക കേട്ടോ. ഷെഡ്യൂൾ നമ്പർ 4 ഔട്ട്സ്റ്റാൻഡിംഗ് ആനുവിറ്റീസും ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിമും പോവുക. പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം ഷെഡ്യൂൾ നമ്പർ 1 ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 12 പോവുക കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യുക, ഞാൻ പറയുന്നത് കേട്ട് നോട്ട് ചെയ്ത് വെക്കുക അതൊക്കെ കേട്ടോ. അടുത്താണ് അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്. അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ബിഗിനിങ്ങിൽ ആണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കണം? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ടല്ലോ റവന്യൂ അക്കൗണ്ടിൽ, അതിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലെ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള അക്രൂഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള അക്രൂഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ കാണിക്കണം? റവന്യൂ അക്കൗണ്ടിലും കാണിക്കണം, ഷെഡ്യൂളിലും അതായത് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുക ഇൻട്രസ്റ്റിൻ്റെ കൂടെ. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കുക. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം പറഞ്ഞ പോലെ തന്നെയാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് കാണിക്കുന്ന പ്രത്യേകിച്ച് റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾസ് ഒന്നുമില്ല, നമ്മൾ അതർ ഇൻകത്തിലാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? റവന്യൂ അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഓപ്പണിംഗിലെ ആണെങ്കിൽ, ക്ലോസിംഗിലെ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിലെ ആണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്തും കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കുക. ഇത്രയും പഠിച്ചാൽ മതി മെയിനായിട്ട്. ഈ 7 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ബാലൻസ് ഷീറ്റിൻ്റെ പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയും. കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നോക്കിയാൽ മതി. കാരണം വെച്ചാൽ നമുക്ക് മാക്സിമം 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ വരുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഞാൻ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ ഇല്ലസ്ട്രേഷൻ 2 ആണ് ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. The following trial balance was extracted from the books of EXE Life Insurance Company ആണ്. Limited as on 31st December 2020. Paid up capital ഉണ്ട് 10,000 shares of rupees 10 each, that is 1 lakh rupees. Life assurance fund ഓപ്പണിങ്ങിലെ ആണ്, that is 29,72,300. ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്. ഡിവിഡൻഡ് പെയ്ഡ്സ് 15,000 15,000. ബോണസ് ടു ഷെയർ പോളിസി ഹോൾഡേഴ്സ് 31,500. പ്രീമിയം റിസീവ്ഡ് ഉണ്ട് 1,61,500. ക്ലെയിംസ് പെയ്ഡ് ഉണ്ട് 1,97,000. കമ്മീഷൻ പെയ്ഡ് 9,300. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് 32,300. മോർട്ട്ഗേജ് ഇൻ ഇന്ത്യ 4,92,200. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ്
1,12,700. Agent balance 9,300. Freehold premises 40,000. Investment 23,05,000. Loans on companies policies 1,73,600. Cash on deposit 27,000. Cash in hand and current account 7,300. Surrenders 7,000. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് മെയിനായിട്ട് വന്നേക്കണ ഐറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കതിന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദ കമ്പനീസ് റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December. 31st Decemberലെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ഡേറ്റ്. അതുപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ഫോളോയിങ്. താഴെ പറയുന്ന കൺസിഡറേഷൻ കൂടി പരിഗണിച്ചതിന് ശേഷം വേണം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ്. ദാറ്റ് ഈസ് നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചില്ലേ? ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 സ്ഥലത്ത് കാണിക്കണം. റവന്യൂ അക്കൗണ്ടിലും കാണിക്കണം, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റവന്യൂ അക്കൗണ്ടിൽ നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അതിനോടൊപ്പം തന്നെ ഷെഡ്യൂൾ നമ്പർ 13 നമ്മളത് കാണിക്കുകയും വേണം. അപ്പോൾ ക്ലെയിംസ് നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡിലല്ലേ കാണിക്കുക. ആ ക്ലെയിംസ് പെയ്ഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ആഡ് ചെയ്ത് കാണിക്കും വേണം. അതുപോലെ ബാലൻസ് ഷീറ്റിലെ ഷെഡ്യൂൾ നമ്പർ 13 കാണിക്കും വേണം. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ ആണ്. മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഉണ്ട്. അത് നമുക്കറിയാം മറ്റേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്നതല്ലേ മാനേജ്മെൻറ്റ് എക്സ്പെൻസ്. അതായത് ഷെഡ്യൂൾ നമ്പർ 3. അപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ഡ്യൂ അടയ്ക്കാനുണ്ട്, അടച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കൂട്ടി കാണിക്കുക. അതിന് ബാലൻസ് ഷീറ്റിൽ 13 കാണിക്കുക. നമ്മൾ കാണിക്കാറുള്ള അതർ അസറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ലേ, അതിനകത്ത് കാണിക്കുക. നമ്മൾ അതർ അസറ്റ്, അഡ്വാൻസ് ആൻഡ് അതർ അസറ്റ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ അത് 13 വരിക. കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കാരണം ഔട്ട്സ്റ്റാൻഡിംഗ് എല്ലാം കറണ്ട് ലൈബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ട് അത് കറണ്ട് ലൈബിലിറ്റി ആണ്. ഷെഡ്യൂൾ നമ്പർ 13 കാണിക്കുക. എക്സ്പെൻസ് അല്ലേ. ഫസ്റ്റ് പറഞ്ഞ ക്ലെയിംസും എക്സ്പെൻസ് ആണ്. മാനേജ്മെൻറ്റ് എക്സ്പെൻസും എക്സ്പെൻസ് ആയതുകൊണ്ട് അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് നമുക്കറിയാം കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അപ്പോൾ 13 കാണിക്കാം. അത് ഇൻട്രസ്റ്റ് അക്രൂഡ്, അത് നമുക്ക് ഇൻകം ആണ്. കാരണം ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ആണ്. അപ്പോൾ എഴുതി കാണിക്കുക നമ്മൾ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കുക കേട്ടോ. അപ്പോൾ ഇൻകം വരികയാണെങ്കിൽ, ഇൻകത്തിനാണ് നമുക്ക് എന്ത് വരുന്നതെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് വരുന്നതെങ്കിൽ നമ്മളത് 12 കാണിക്കുക കേട്ടോ. അപ്പം ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കുക. അതുപോലെ തന്നെ ആഡ് ചെയ്ത് കാണിക്കുക. കാരണം ഇൻട്രസ്റ്റിൻ്റെ കൂടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്തും കാണിക്കാം. ഇനി പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നിരിക്കുന്ന പ്രീമിയം ആണെങ്കിൽ നമുക്കറിയാം 2 സ്ഥലത്ത് കാണിക്കണം. റവന്യൂ അക്കൗണ്ടിലും കാണിക്കണം, അതിനോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കണം. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ടേബിൾ പഠിച്ചാൽ തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥലത്ത് കാണിക്കണം. നമ്മൾ എവിടേക്കാണ് അത് രണ്ടും കാണിക്കുന്നത്? എവിടെ തന്നെയാണ്? റവന്യൂ അക്കൗണ്ടിലാണ്. ഒരിക്കലും അത് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നില്ല കേട്ടോ. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം വരികയാണെങ്കിൽ റവന്യൂ അക്കൗണ്ടിൽ തന്നെ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 ആഡ് ചെയ്തും ഷെഡ്യൂൾ നമ്പർ 4 ഡിഡക്റ്റ് ചെയ്തും കാണിക്കും. പ്രീമിയത്തിനൂടെ ആഡ് ചെയ്തും കാണിക്കും. അതുപോലെ തന്നെ എന്താണ് ക്ലെയിംസിൽ വരുന്ന ആ ബോണസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തും ഡിഡക്റ്റ് ചെയ്തും കാണിക്കും കേട്ടോ. ബോണസ് യൂട്ടിലൈസ്ഡ് റിഡക്ഷൻ ഓഫ് പ്രീമിയം ബാലൻസ് ഷീറ്റിലേക്ക് ഒരിക്കലും പോകില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു, ആ ടേബിൾ പഠിച്ചു, അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലെയിംസ് റിക്കവേർഡ് അണ്ടർ ഇൻഷുറൻസ് ആണ്. ക്ലെയിംസ് റിക്കവേർഡ് അണ്ടർ ഇൻഷുറൻസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലെയിംസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. ക്ലെയിംസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന ക്ലെയിമാണ്. അഡ്ജസ്റ്റ്മെൻറ്റിലെ ക്ലെയിം നമ്മൾ എവിടേക്ക് കാണിക്കും? നമ്മൾ റവന്യൂ അക്കൗണ്ടിലും കാണിക്കും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കും. റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ മൈനസ് ചെയ്തും കാണിക്കും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ 12 ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കും. ക്ലിയർ അല്ലേ? ഇത് ക്ലെയിംസ് റിക്കവേർഡ് ആയതുകൊണ്ടാണ് കേട്ടോ. കവേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കുന്നത്? ലെസ് ചെയ്ത് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്കിനി പ്രോബ്ലം ചെയ്യാം. ആദ്യം നമുക്ക് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. റവന്യൂ അക്കൗണ്ടിൽ ഷെഡ്യൂൾ നമ്പർ 1 പ്രീമിയം ആണ്. അപ്പോൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് എത്രയാണ്? ക്വസ്റ്റനിൽ നോക്കിയാൽ പ്രീമിയം റിസീവ്ഡ് എത്രയാണ്? 1,61,500 ആണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം 10,000 ആഡ് ചെയ്യാം. അതുപോലെ ബോണസ് യൂട്ടിലൈസ്ഡ് റിഡക്ഷൻ ഓഫ് പ്രീമിയം ഉണ്ടല്ലോ, അത് ആഡ് അല്ലേ ചെയ്യേണ്ടത്? അതും ആഡ് ചെയ്യുക, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,73,500 എന്ന് കിട്ടും. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? റവന്യൂ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ 1,73,500 നമുക്ക് പ്രീമിയം റിസീവ്ഡ് കിട്ടി. നെക്സ്റ്റ് വേറെ ഒന്നുമില്ല, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ആണ്. അത് 1,12,700 ആണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ്. പക്ഷേ അതിനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എത്ര? ഇൻട്രസ്റ്റ് അക്രൂഡ് ഇല്ലേ, അതുകൂടി കൂട്ടി കാണിക്കുക. അപ്പോൾ 1,12,700 കൂടെ 19,300 നമ്മൾ കൂട്ടി കാണിക്കുക. അപ്പോൾ 1,32,000 കിട്ടും. ഇതിന് ഷെഡ്യൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ആഡ് ചെയ്ത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1,32,000 കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഇൻകത്തിൻ്റെ ടോട്ടൽ കഴിഞ്ഞു. നമ്മൾ ഇൻകം ടോട്ടൽ ചെയ്യുക. അപ്പോൾ 1,73,500 1,32,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക്
30,500 കിട്ടും. 30,550 കിട്ടും. അതാണ് ഇൻകത്തിൻ്റെ ടോട്ടൽ. നമുക്കിനി എക്സ്പെൻസ് സെക്ഷനിലേക്ക് പോകാം. അടുത്ത കമ്മീഷനാണ്. കമ്മീഷൻ ഷെഡ്യൂൾ നമ്പർ 2 ആണ്. ഞാൻ പറഞ്ഞു കമ്മീഷൻ വെറുതെ ക്വസ്റ്റ്യൻ തന്നാൽ അത് കമ്മീഷൻ പെയ്ഡ് ആണ്. നമുക്കറിയാം അതെന്താണ്. നമ്മൾ കമ്മീഷൻ റിസീവ്ഡ് പെയ്ഡിൽ വരുന്നതാണ്. ഷെഡ്യൂൾ നമ്പർ 2 ആണ് നമ്മൾ പഠിച്ചു അല്ലേ, അത് എക്സ്പെൻസ് ആണെന്ന് പഠിച്ചു നമ്മൾ. അപ്പോൾ ഇവിടെ കമ്മീഷൻ ഉണ്ടോ നോക്കിയാൽ ക്വസ്റ്റ്യനിൽ കമ്മീഷൻ ഉണ്ടോ, ക്വസ്റ്റ്യനിൽ കമ്മീഷൻ പെയ്ഡ് എന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്ര എമൗണ്ട്? ദാറ്റ് ഈസ് 9,300. അപ്പോൾ ഷെഡ്യൂൾ 2 വരയ്ക്കുക. കമ്മീഷൻ പെയ്ഡ് 9,300. അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ കമ്മീഷൻ പെയ്ഡ് നമ്മൾ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ക്വസ്റ്റ്യനിലെ മാനേജ്മെൻറ്റ് എക്സ്പെൻസ് ഒക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ. മാനേജിങ് എക്സ്പെൻസസിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിലുണ്ട്. അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജ്മെൻറ്റ് എക്സ്പെൻസസിൻ്റെ അപ്പോൾ ആഡ് ചെയ്ത് കാണിക്കുക നമ്മൾ. അതും ഷെഡ്യൂളിൽ തന്നെ ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ 32,300 + 200 രൂപ ടോട്ടൽ 32,500 ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 41,800 കിട്ടും. ഇനി തേർഡ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ബെനഫിറ്റ്സ് പെയ്ഡ് അല്ലേ അതിനകത്ത് വരുന്ന ഷെഡ്യൂൾ. ആകെ വരുന്നൊരു ഷെഡ്യൂളാണ് ബെനഫിറ്റ്സ് പെയ്ഡ്. ബെനഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത് 4 ആണ് ഷെഡ്യൂൾ. അതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അല്ലേ. ഏതൊക്കെ അതിനകത്ത് വരിക? നമുക്ക് ക്ലെയിംസ് പെയ്ഡ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ ക്ലെയിംസ് പെയ്ഡ് ഉണ്ട്. എത്രയാണ്? 1,97,000. അതിൽ കുറേയധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക്. ക്ലെയിംസ് പെയ്ഡ് എത്രയാണ്? 1,97,000. അതിലൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം ഉണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് അത് ആഡ് ചെയ്യണം അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 9,000 ആഡ് ചെയ്തു. അപ്പോൾ 2,06,000 കിട്ടി. ഇനി ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് പ്രകാരം കവർ ചെയ്തിട്ടുള്ള ക്ലെയിമാണ്. അത് നമ്മൾ ലെസ് ചെയ്യണം. കൊടുക്കേണ്ട എക്സ്പെൻസിൽ നിന്ന് ആ ഇൻകം നമ്മൾ കുറച്ചാൽ കാണിക്കുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സെപ്പറേറ്റ് പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ക്ലെയിംസിൻ്റെ കേട്ടോ. അന്ന് ഓർത്താൽ മതി. അപ്പോൾ കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് പ്രകാരം നമ്മൾ റിസ്ക് കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2,300 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള എക്സ്പെൻസിൽ നമുക്ക് ആ എമൗണ്ട് നമുക്ക് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് 2,300 നമ്മൾ കുറയ്ക്കുക. അപ്പോൾ മൊത്തം 2,03,700 ആണ് ക്ലെയിം എന്ന് പറയുന്ന ഇനത്തിൽ വരിക. പിന്നെ എന്തൊക്കെയാണ് വരിക അതിനകത്ത്? ബോണസ് വരില്ലേ. ബോണസ് യൂട്ടിലൈസിന് റിഡക്ഷൻ ഓഫ് പ്രീമിയം എവിടെയൊക്കെ വരും? ഞാൻ പ്രീമിയത്തിലൂടെ കൂട്ടി കാണിക്കാൻ പറഞ്ഞു ഷെഡ്യൂൾ നമ്പർ 1. അത് മാത്രമല്ല ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ എന്ത് ചെയ്യണം? ബോണസ് യൂട്ടിലൈസിന് റിഡക്ഷൻ ഓഫ് പ്രീമിയം കാണിക്കണം അല്ലേ. കാണിക്കണ്ടേ? അപ്പോൾ ആ 2,000 റുപ്പീസ് നമ്മൾ ബോണസ് യൂട്ടിലൈസിന് റിഡക്ഷൻ ഓഫ് പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പോൾ ബോണസ് യൂട്ടിലൈസിന് റിഡക്ഷൻ ഓഫ് പ്രീമിയം വരികയാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ കാണിക്കണമെന്ന് പഠിച്ചു. നമ്മൾ പ്രീമിയത്തിലും കാണിക്കണം, ഷെഡ്യൂൾ നമ്പർ 1 കാണിക്കണം, അതുപോലെ തന്നെ ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കണം. ആ ടേബിൾ നമുക്ക് ജസ്റ്റ് ആ ടേബിൾ ഒന്ന് ഓർത്ത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം വയ്ക്കുമ്പോൾ ആ ടേബിൾ ഒന്ന് ഓർത്ത് പോവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബോണസ് യൂട്ടിലൈസിന് റിഡക്ഷൻ ഓഫ് പ്രീമിയം ക്വസ്റ്റൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 4 കാണിക്കണം, അതുപോലെ ഷെഡ്യൂൾ നമ്പർ 1 ആഡ് ചെയ്ത് കാണിക്കണം. ക്ലിയർ അല്ലേ? ഷെഡ്യൂൾ നമ്പർ 4 അത് മൈനസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, ആഡാണ്. അതല്ല ആ ട്രീറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. അത് ആഡ് തന്നെയാണ് നമ്മൾ കാണിക്കുക. ജസ്റ്റ് കാണിച്ചാൽ മാത്രം മതി 4 കേട്ടോ. അപ്പോൾ 4 നമ്മൾ എന്ത് ചെയ്യണം? അത് ജസ്റ്റ് കാണിക്കണം കേട്ടോ. ഏതാണ്? ബോണസ് യൂട്ടിലൈസിന് റിഡക്ഷൻ ഓഫ് പ്രീമിയം 2 സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്ത് തന്നെയാണ് കാണിക്കുക. അപ്പോൾ അത് കാണിക്കുക കേട്ടോ. അത് കറക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ. അതിന് ശേഷമാണ് അടുത്ത ഐറ്റമാണ്. ഏതാണ് അടുത്ത ഐറ്റം വരുന്നത്? അപ്പോൾ ബോണസിൻ്റെ നമ്മൾ കഴിഞ്ഞു. ഇനി 4 വരുന്ന വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കി. സറണ്ടേഴ്സ് ഇല്ലേ. സറണ്ടേഴ്സ് ഉണ്ട് അല്ലേ. ആ സറണ്ടേഴ്സ് നമ്മൾ കാണിക്കുക. സറണ്ടേഴ്സ് എമൗണ്ട് 7,000 ആണ്. അപ്പോൾ സറണ്ടേഴ്സ് 7,000 കാണിക്കുക. നെക്സ്റ്റ് ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കിയാൽ ഡിവിഡൻറ്റ് പെയ്ഡ് അല്ലേ. ഡിവിഡൻറ്റ് പെയ്ഡ് ഷെഡ്യൂൾ നമ്പർ 4 നമ്മൾ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻറ്റ് പെയ്ഡും കാണിക്കുക. എമൗണ്ട് 15,000. അപ്പോൾ എല്ലാം കൂടി കൂട്ടുക. ടോട്ടൽ എമൗണ്ട് 2,27,700 കിട്ടും. ഈ ബെനിഫിറ്റ്സ് പെയ്ഡ് നന്നായിട്ട് പഠിക്കണം നിങ്ങൾ. അതിൻ്റെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡിൻ്റെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 2,27,700 കിട്ടി. അത് നമ്മൾ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പം ബെനിഫിറ്റ്സ് പെയ്ഡ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ സെക്ഷൻ ഇൻകം ടോട്ടലാണ്. ആ ഇൻകം ടോട്ടലിൽ നിന്ന് നമ്മുടെ സെക്കൻഡ് 2 സെക്ഷൻ കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടും. അപ്പോൾ 3,05,500 നിന്നും 41,800 2,27,700 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 36,000 ആണ് നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്നത്. 36,000 രൂപയാണ് കമ്പനിയുടെ സർപ്ലസ്. ഈ 36,000 അപ്പം തന്നെ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് എടുത്ത് എഴുതുക. ഇതിനകത്ത് പോളിസി ഹോൾഡേഴ്സ് നമ്മൾ റിസർവ് ആയിട്ട് നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് മാറ്റി വയ്ക്കില്ലേ, ആ എമൗണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 31,500 കറക്റ്റ്ലി ക്വസ്റ്റിനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ആ 31,500 നമ്മൾ ഷെയർ ഹോൾഡേഴ്സിലേക്ക് മാറ്റും. അപ്പോൾ 36,000 31,500 നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി 4,500 മാത്രമേ നമുക്ക് സർപ്ലസ് ഉള്ളൂ. അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം ഷെഡ്യൂൾ 5 മുതൽ 13 വരെയുള്ള ഷെഡ്യൂൾസ് അതിനകത്തുണ്ട്. 5 എന്ന് പറയുന്നത് ഏതാണ്? സോഴ്സ് ഓഫ് ഫണ്ടിൽ വരുന്നതാണ്. 5, 6, 7 ഒക്കെ സോഴ്സ് ഓഫ് ഫണ്ടാണ്. 8, 9, 10, 11, 12 ഒക്കെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഷെയർ ക്യാപിറ്റൽ നോക്കാം. 5 ആണ് ഷെഡ്യൂൾ. അതിൽ ഏതൊക്കെ ടൈപ്സ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ അതൊക്കെ കാണിക്കണം. ഇവിടെ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട് 1,00,000 റുപ്പീസ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 5 വരയ്ക്കുക. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കാണിക്കുക. 1,00,000 റുപ്പീസ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം.
അടുത്ത 6 റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിലെ ഫണ്ടുകളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുക അല്ലേ. ഇവിടെ ലൈഫ് അഷുറൻസ് ഫണ്ട് ഉണ്ട്, എത്രയാണ് 29,72,300. അതുകൂടാതെ നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ബാലൻസ് എമൗണ്ടില്ലേ, ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്ന സർപ്ലസ് എത്രയാണ് 4,500 കിട്ടിയ ബാലൻസ് ചെയ്തപ്പോൾ ആ 4,500 കൂട്ടി കാണിക്കുക. അപ്പോൾ 29,76,800 കിട്ടും. അതിങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അടുത്ത 7ാമത്തെ ബോറോയിങ്സ് ആണ്. 7ാമത്തെ ബോറോയിങ്സ് എന്ന് പറയുന്ന ഷെഡ്യൂളാണ്. ഇതിൽ ബോറോയിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ക്വസ്റ്റ്യനിൽ ബോറോയിങ്സ് ഉണ്ടോ? ക്വസ്റ്റ്യനിൽ ബോറോയിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എമൗണ്ട് ഒന്നും എഴുതണ്ട, ജസ്റ്റ് ബോറോയിങ്സ് 7 എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ചെയ്യുക. നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ടുകളെല്ലാം കഴിഞ്ഞു, ടോട്ടൽ ചെയ്യുക. അപ്പോൾ 1 lakh + 29,76,800 ടോട്ടൽ ചെയ്യുമ്പോൾ 30,76,800 നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ ഫസ്റ്റ് വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര? ഷെഡ്യൂൾ നമ്പർ 8 അല്ലേ. ഈ ക്വസ്റ്റിനിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കിയ. ക്വസ്റ്റിനിൽ ഡയറക്റ്റ്ലി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര? 23,50,000 രൂപ. നമ്മൾ ഷെഡ്യൂൾ നമ്പർ 8 വരയ്ക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ 23,05,000 എഴുതാം. അടുത്ത എന്തെങ്കിലും ഐറ്റം, അടുത്ത ഷെഡ്യൂൾ ഏതാ? ലോൺ അല്ലേ. 9ാമത്തെ ലോൺസ് ആണ്. ഇതേ ക്വസ്റ്റിനിൽ എന്തെങ്കിലും ലോൺസ് ഉണ്ടോ നോക്കി. മോഡ്ഗേജ് ലോൺ ഉണ്ട്, അതുപോലെ തന്നെ ലോൺ ഓൺ പോളിസീസ് ഉണ്ട് അല്ലേ, ലോൺ ഓൺ കമ്പനീസ് പോളിസീസ് ഉണ്ട്. അപ്പോൾ 2 ലോണുകളാണ്, മോഡ്ഗേജസും അതുപോലെ ലോൺസ് ആണ്. അതിൽ 4,92,200 1,73,600 ടോട്ടൽ ചെയ്യുമ്പോൾ 6,65,800. ഇതാണ് നമുക്ക് ലോൺസിൻ്റെ ടോട്ടൽ കിട്ടുക. അടുത്ത് വരുന്ന ഫിക്സഡ് അസറ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് ഉണ്ടോ നോക്കി. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫ്രീ ഹോൾഡ് പ്രിമൈസസിൻ്റെ എമൗണ്ട് എത്രയാണ്? 40,000. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഷെഡ്യൂൾ നമ്പർ 10 വരയ്ക്കുക. ഫിക്സഡ് അസറ്റ് ആ ടോട്ടൽ എമൗണ്ട് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അടുത്തത് ഏതാണ്? ഷെഡ്യൂൾ നമ്പർ 11 ആണ്. 11 ഏതാ വരെ? ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ ഇതിനകത്ത്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ കറണ്ട് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? 7,300 രൂപ. ആ 7,300 ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? 11 പറഞ്ഞ ഷെഡ്യൂൾ കഴിഞ്ഞു. ഇനി അടുത്ത അഡ്വാൻസ് ആൻഡ് അതർ അസറ്റ്. 12 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ 12 വരുന്ന ഐറ്റംസ് ആണല്ലോ. അപ്പോൾ 12 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. 12 ആദ്യം അഡ്വാൻസസ് ആണ് നമ്മൾ കാണിക്കുക, അതർ അസറ്റുകളൊക്കെ വരും. അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിനകത്ത് വരുന്നതാണല്ലേ, നമുക്കറിയാം. ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് അക്രൂഡ്, എല്ലാ എക്സ്പെൻസിൻ്റെയും ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ ഇതിനകത്ത് വരാം. ഇൻട്രസ്റ്റ് അക്രൂഡ് എത്ര എമൗണ്ട് വന്നേക്കണേ? 19,300. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം അല്ലേ, എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രീമിയം? 10,000 രൂപ. അപ്പോൾ ആ 2 ഐറ്റംസ്, 2 എക്സ്പെൻസുകളാണ്, അത് രണ്ടും ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ഇവിടെയാണ് വരിക. പിന്നെ ഏജൻറ്റ് ബാലൻസ്, ഏജൻറ്റിൻ്റെ ബാലൻസ് അതും അതർ അസറ്റിൽ വരുന്നതാണ്. ഏജൻസിൻ്റെ ബാലൻസ് എത്രയാണ്? 9,300 ആണ്. പിന്നെ റീ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുള്ള എമൗണ്ട് 2,300 ഉണ്ട്. ലാസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ നമ്പർ 12 വരിക എന്ന് പറഞ്ഞു. 4 മൈനസ് ചെയ്ത് കാണിക്കാം. ബെനിഫിറ്റ്സ് പേരിൽ മൈനസ് ചെയ്യും വേണം, അതുപോലെ ഷെഡ്യൂൾ നമ്പർ 12 കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 12 ആ എമൗണ്ടും കാണിക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ് ഉണ്ട്, അതും കാണിക്കണം. കാരണം അതൊക്കെ എവിടെയാണ് വരിക? അതർ അസറ്റിലാണ് വരിക. ഡെപ്പോസിറ്റ് അല്ലേ, ഡെപ്പോസിറ്റ് നമുക്ക് അസറ്റ് അല്ലേ. അപ്പോൾ 27,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്, അതും ടോട്ടലി. അപ്പോൾ നമുക്ക് 67,900 രൂപയാണ് ഷെഡ്യൂൾ നമ്പർ 12 ടോട്ടൽ കിട്ടുക. നമ്മുടെ ആ സെക്ഷൻ കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുക. അപ്പോൾ 75,200 കിട്ടും. അടുത്തത് കറണ്ട് ലൈബിലിറ്റീസ് ആണ്. കറണ്ട് ലൈബിലിറ്റീസിൻ്റെ നെറ്റ് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ കറണ്ട് ലൈബിലിറ്റീസ് ഷെഡ്യൂൾ നമ്പർ 13 അല്ലേ. അതിലേതൊക്കെ വരിക? ക്ലെയിംസ് അൺപെയ്ഡ്, ക്ലെയിംസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ. അതായത് നമുക്ക് കിട്ടാനുള്ള ഇൻകത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ഷെഡ്യൂൾ നമ്പർ 13 വരെ അല്ലേ. 2 ഇൻകമാണ് നമുക്ക് കിട്ടാനുള്ളത്. കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. ഏതൊക്കെയാണ്? ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പ്ലേയിങ്, ക്ലെയിം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നേക്കണം വേറൊരു ഐറ്റം കൂടി ഉണ്ട്, മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് എന്ന് പറയുന്നത് ക്ലെയിംസ് എന്താണ്? അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അടച്ചിട്ടില്ല. അപ്പോൾ അത് കറണ്ട് ലയബിലിറ്റിയാണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് എന്താ വരിക? നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ ആണ്, അതും എക്സ്പെൻസസ് ആണ്. അപ്പോൾ എക്സ്പെൻസസിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കറണ്ട് ലയബിലിറ്റി കേട്ടോ. എക്സ്പെൻസസിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കറണ്ട് ലയബിലിറ്റി. ഇൻകത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അഡ്വാൻസ് ആൻഡ് അതർ അസറ്റ് 12 കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം കേട്ടോ. ഇൻട്രസ്റ്റ് അക്രൂഡ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് അക്രൂഡ് എന്നൊക്കെ പറയുന്നത് എന്താ സംഭവം? നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ലാത്തതാണ്. അത് ഷെഡ്യൂൾ നമ്പർ 12 കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 13 കറണ്ട് ലയബിലിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലെയിംസ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് 13 വരും. അതുപോലെ മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് ഡ്യൂ 13 വരും. ടോട്ടൽ ചെയ്യുക. അപ്പോൾ 9,200 കിട്ടും. അതിങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എല്ലാം കഴിഞ്ഞ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ ടോട്ടലും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ ടോട്ടലും ഈക്വലായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ എമൗണ്ട് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വലായിട്ട് കിട്ടുള്ളൂ. ഇതാണ് റവന്യൂ അക്കൗണ്ടും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. വളരെ എളുപ്പമാണ്, പക്ഷേ നന്നായിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആ ടേബിളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ റിഡക്ഷനൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബോണസ് റിഡക്ഷൻ, യൂട്ടിലൈസ് റിഡക്ഷൻ ഓഫ് പ്രീമിയം,
അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ എല്ലാവരും നോക്കി വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചതിന് ശേഷം ആ പ്രോബ്ലം എടുത്ത് വയ്ക്കാതിന് ശേഷം വോയിസ് കേൾക്കുക, വർക്കൗട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അവിടെ വെറുതെ നിങ്ങൾ വോയിസ് കേട്ടതുകൊണ്ട് മാത്രം മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ റവന്യൂ അക്കൗണ്ട് നന്നായി പഠിക്കുക, അതിന് വരുന്ന സബ് അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് പഠിക്കുക. അതുപോലെ ഈ ഒരു പ്രോബ്ലം നോക്കി, കാരണം 10 മാർക്സിൻ്റെ മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.